ദയാദുർഗ. രചന നിമ സുരേഷ്. അവതരണം അപര. എൻ്റേതാണ്, അത് മനസ്സിൽ വെച്ചോളൂ. മറ്റൊന്നും നീ ഓർക്കുകയോ പറയുകയോ അരുത്. ഞാനതിഷ്ടപ്പെടുന്നില്ല. താക്കീതോടെ ആ വാചകങ്ങൾ മാത്രം ഉരുവിട്ടവൻ ദയയുടെ അധരങ്ങൾക്കിടയിലേക്ക് തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് ചുംബിച്ചു. പിന്നീട് ശ്വാസം വിലങ്ങുമ്പോൾ അകന്നു മാറി കിതച്ചും കുസൃതി കാട്ടി ചിരിച്ചും ഉള്ളിലെ സ്നേഹമിങ്ങനെ നുരഞ്ഞു പതഞ്ഞ് പൊങ്ങി തുളുമ്പുമ്പോൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും വീണ്ടും ചുംബിച്ചു. നിമിഷങ്ങൾ അങ്ങനെ കടന്നു. ഈ പൗർണമി നിലാവിനെ സാക്ഷിയാക്കി കൊതിയോടെ പ്രേമത്തോടെ എത്രയെത്ര ചുംബനങ്ങൾ അവൻ അവളിൽ അർപ്പിച്ചു. ആ പെണ്ണിൻ്റെ വരിനെറ്റിത്തടത്തിലും മിഴിയമകളിലും മൂക്കിൻ തുമ്പിലും അധരങ്ങളിലും കവിളിണകളിലും കാതരുകിലും കഴുത്തിടുക്കിലും എത്ര എണ്ണങ്ങൾ. ശ്രീറാമിന് പോലും നിശ്ചയമില്ലായിരിക്കും. എന്നിട്ടും അവന് മതി വരുന്നുണ്ടായില്ല അവളിലേക്ക് അലിയാൻ. ഓരോ മാത്രയും അവൾക്ക് മാത്രമായി സ്വരുക്കൂട്ടി വെച്ചിരുന്ന പ്രണയം മുഴുവനായും പകരാൻ. സ്നേഹം കൊണ്ട് വിയർപ്പ് മുട്ടിക്കാൻ അവൻ ഉള്ളം വെമ്പി. ദുർഗ. ശ്രീറാമിൻ്റെ ശബ്ദം വിറച്ചു. കണ്ണുകൾ ദയയോട് അനുവാദം തേടി. അവൾ മറുപടി പറഞ്ഞില്ല. പകരം കണ്ണിമയ്ക്കാതെ അവനെ ഉറ്റുനോക്കിക്കിടന്നു. പിന്നീട് ഒരു മന്ദഹാസത്തോടെ കൈവിരലുകളാൽ അവൻ്റെ വലത് കണ്ണിലെ തിങ്ങി നിറഞ്ഞ കൺപീലികളിലൂടെ വിരലുകൾ ചലിപ്പിച്ചു. വളരെ മൃദുലമായി. മഴ മാറി തുടങ്ങി. മേഘങ്ങൾ ഭൂമിയിലേക്ക് വർഷിക്കുന്ന മഴത്തുള്ളികൾ ആദ്യം ശ്രീറാമിനെ നനച്ചു. അവനിൽ നിന്നും അത് ദയയിലേക്ക് മിറ്റിറ്റു വീണു. പ്രകൃതിയുടെ ചലനങ്ങൾ അറിയാതെ നിമിഷങ്ങൾ നീളുന്നതോർക്കാതെ ഇരുവരും അപ്പോഴും ആ പാതിയിരുട്ടിൽ കണ്ണുകൾ കൊരുത്തു കിടന്നു. ശ്രീറാമിൻ്റെ മിഴികളിനാഴങ്ങളിൽ ദയയോടുള്ള പ്രണയവും വാത്സല്യവും അനുകമ്പയും നിറഞ്ഞു നിന്നപ്പോൾ മഷി പടരാത്ത അവളുടെ മിഴിയിതളുകളിൽ അവനോടുള്ള അതിരറ്റ പ്രണയം മാത്രം അലയടിച്ചു. മഴയുടെ ഭാവം മാറി. വലിയ ശബ്ദത്തോടെ ഇടിമുഴക്കവും അതിനെ പിന്തുടർന്നൊരു ശക്തിയേറിയ മിന്നലും ഭൂമിയിലേക്ക് പതിച്ചു. അപ്രതീക്ഷിതമായതിനാൽ ദയ ഒരു വേള ഞെട്ടി. ഉയർന്നു പൊങ്ങി ശ്രീറാമിനെ ഇറുകെ പുണർന്നു. അവളുടെ ഏറിയ ഹൃദയമിടിപ്പ് അവൻ്റെ നെഞ്ചിലറിഞ്ഞു. നനഞ്ഞു കുതിർന്ന ശരീരങ്ങൾ മുട്ടിയുരുമ്മി. ശ്രീറാമിൻ്റെ ചുണ്ടുകൾ ദയയുടെ ചുമലിലെ ഈർപ്പത്തെ നുണഞ്ഞെടുത്ത നിമിഷം ദിശ മാറി സഞ്ചാരപാത തീർത്തു. മഴയ്ക്കും കുളിർക്കാറ്റിനുമൊപ്പം തൻ്റെ പുരുഷൻ്റെ ചുംബനത്തിലും ദയയ്ക്കുള്ളം കുളിരണിയുമ്പോൾ ഉടലിലെ താപം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരുന്നു. ശ്രീറാമിൻ്റെ വിരലുകൾ ദയയിലെ വസ്ത്രങ്ങളെ അടർത്തി മാറ്റി തുടങ്ങിയ നിമിഷം ദയ ഉടലോടെ വിറച്ചുപോയി. അവൻ്റെ കരലാളനങ്ങളിൽ തരളതയായി കിടന്നവൾ ആ നിമിഷം അവളുടെ തളർന്ന കണ്ണുകൾ വലിച്ചു തുറന്ന് ചുറ്റും നോക്കി. കുത്തി ഒലിക്കുന്ന മഴ, ഇടിയും മിന്നലും, ഇരുളടഞ്ഞ അന്തരീക്ഷം. അവൾക്കാകെ ഭയം തോന്നി. പഴയതെന്തൊക്കെ ഓർമ്മകളിൽ ഇരുമ്പിയെത്തി. തൻ്റെ ചർമ്മത്തിലൂടെ ചലിച്ചിരുന്ന ദയയുടെ വിരലുകൾ നിശ്ചലമായപ്പോൾ ശ്രീറാം അവളെ സൂക്ഷിച്ചു നോക്കി. ഭയത്തോടെ നാലുപാടും മിഴികൾ ഓടിക്കുന്നവളെ കാണി അവൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. ശ്രീറാം അവളെ വലിച്ചവൻ്റെ നെഞ്ചിലേക്ക് അടക്കിപ്പിടിച്ച് മൂർധാവിൽ ഇടവിടാതെ ചുംബിച്ചു. ഭയപ്പെടല്ലേ ദുർഗ, കഴിഞ്ഞതൊന്നും ഓർക്കല്ലേ, കൂടെയുള്ളത് ഞാനാണ്. അവൻ അവളുടെ പുറത്ത് തട്ടി ആശ്വസിപ്പിച്ചു. ദയൊന്ന് പിടഞ്ഞു, പിന്നെ വിതുമ്പി. ഞാൻ പെട്ടെന്ന് അറിയാതെ. അവൾ വിഷമിച്ചു. കഴിഞ്ഞുപോയ ഓരോ മാത്രയും എത്ര മനോഹരമായിരുന്നു. എല്ലാം ഞൊടിയിട കൊണ്ട് അവസാനിച്ചെന്നോർക്കെ അവളിൽ ദുഃഖമേറെയായി. സാരല്ലടോ, നമുക്കിനിയും മുന്നോട്ട് എത്രയോ നാളുകളുണ്ട്. ദയ ശ്രീറാമിൽ നിന്നും അടർന്നു മാറി അവൻ്റെ മുഖം കുമ്പിളിലാക്കി നിറയെ ചുംബനങ്ങൾ അർപ്പിച്ചു. ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. എനിക്കിഷ്ടം, ഒരുപാട് ഒരുപാട്, എൻ്റെ പ്രാണന. ദയ തേങ്ങി. എത്ര ചേർത്തണച്ചിട്ടും മതി വരാത്ത പോലെ പിന്നെയും അവനെ ഇറുകെ പുണർന്ന് ഉച്ചത്തിൽ കരഞ്ഞു. എനിക്കൊന്നും മറക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ശ്രമിച്ചിട്ടും മറന്നൊന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ടും പറ്റുന്നില്ല.
അവൾ പരിതപിച്ചു. എന്ത് പറഞ്ഞവളെ സമാധാനിപ്പിക്കണമെന്ന് അവനും നിശ്ചയമുണ്ടായിരുന്നില്ല. വാക്കുകളില്ലാതെ വിങ്ങുന്ന മനസ്സുമായി അവൻ അവളെ അനുതാപത്തോടെ നോക്കി. പക്ഷേ എനിക്ക് ശ്രീയേട്ടൻ്റേത് മാത്രമാവണം. ഇനി ഈ വീടിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മഴയുള്ള ഈ ദിവസം മാത്രം മുന്നിൽ തെളിഞ്ഞാൽ മതി. ഈ മുഖവും ചിരിയും കണ്ണുകളിലെ പ്രണയവും മാത്രം. അത് മാത്രം മതി. അവൾ അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. ശ്രീറാമിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി. പിന്നീട് അവ നിറഞ്ഞു കവിഞ്ഞ് കൂമ്പിയടഞ്ഞു. അല്പനേരത്തിന് ശേഷം ദയയിൽ നിന്നും അകന്നു മാറി ശ്രീറാം. അവളിൽ നിന്നും അടർത്തി മാറ്റിയ വസ്ത്രങ്ങൾ അവളെ ധരിപ്പിച്ചു. ശേഷം ദയയെ കയ്യിലേന്തി തറവാട്ടിലേക്ക് നടന്നു. ദയയ്ക്ക് ഭയവും ആശങ്കയും ഉണ്ടായിരുന്നു. പൊട്ടും പൊടിയുമായി ആ രാത്രിയിലെ ചിത്രങ്ങൾ അല്പം മാത്രമേ സ്മൃതികളിലുള്ളൂ. കുത്തിയൊലിക്കുന്ന മഴയുള്ള രാത്രി, സ്വർണവർണ്ണത്തിൻ മുടിയിഴകളുള്ള പാവക്കുഞ്ഞ്, പിന്നെ രവീന്ദ്രൻ എന്ന ചെന്നായുടെ മുഖം. അതിനുമപ്പുറം അയാൾ പറഞ്ഞതോ പ്രവർത്തിച്ചതോ ഒന്നും വ്യക്തമായി ഓർമ്മയില്ല. എന്നിരുന്നാലും ആ 6 വയസ്സിൽ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ വേദന അത് മറന്നിട്ടില്ല. മറക്കാൻ സാധിക്കുകയുമില്ല മരണം വരെ. ചിന്തകൾ നാനാ ഇടങ്ങളിലേക്ക് വഴിതെറ്റി സഞ്ചരിക്കവേ ദയയ്ക്കുള്ളം പുകഞ്ഞുകൊണ്ടിരുന്നു. മുഴിരകളിലൂടെ കുറച്ച് ബലത്തിൽ എന്തോ ചലിക്കുന്നതറിഞ്ഞാണ് അവൾ സ്വബോധത്തിലേക്ക് തിരികെ എത്തിയത്. ഉടനടി തലയൊന്നു കുടഞ്ഞ് ചുറ്റിലും നോക്കി അവൾ. തൊട്ടുമുമ്പിൽ കയ്യിലൊരു തോർത്തുമായി ശ്രീറാം നിൽക്കുന്നു. മുറിയിലെത്തിയോ? അവൾ അലക്ഷ്യമായി ചോദ്യമെറിഞ്ഞു. പിന്നെ ജാളിതയുടെ ചുണ്ടുകൾ ചുളിച്ച് ശ്രീറാമിനെ നോക്കി. സ്വപ്നജീവി സ്വപ്നപര്യടനം കഴിഞ്ഞ് ഭൂമിയിലേക്ക് എത്തിയോ ആവോ? ശ്രീറാം അവളെ പരിഹസിച്ചു. ദയയ്ക്കതൊട്ടും രസിച്ചില്ല. അവളുടെ കണ്ണുകൾ അവന് നേരെ കൂർത്തു. ശ്രീറാം പതിയെ ദയയ്ക്കരികിലേക്കിരുന്ന് അവളുടെ ചുമലിലൂടെ കൈയിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മൂകമായി ഒട്ടേറെ നിമിഷങ്ങൾ കടന്നുപോയി. പുറത്ത് മഴ വീണ്ടും ശക്തിപ്പെട്ടപ്പോൾ തുറന്നിട്ട ജനലിനഴികൾക്കിടയിലൂടെ വീശിയെത്തുന്ന മഴപ്പാറിൽ ഇരുവരെയും ഒരുപോലെ കുളിരണിയിച്ചു. ഈ വീട്ടിലെ എൻ്റെ അവസാനത്തെ രാത്രി. ദയ ആരോടെന്നില്ലാതെ പുലമ്പി. തൊട്ടടുത്ത മാത്രം ശ്രീറാം അവളെ കിടക്കയിലേക്ക് ചാഞ്ഞു. തനിക്കിഷ്ടമുണ്ടെങ്കിൽ നമുക്കിനിയും എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരാം. ദയ നിഷേധത്തോടെ തലയാട്ടിയ ശ്രീറാമിൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ചുറ്റിപ്പിടിച്ചു. ദുർഗ! ശ്രീറാമിൻ്റെ ശബ്ദത്തിൽ ശാസന കലർന്നിരുന്നു. ഇനിയും ഒരിക്കൽ കൂടി അവളിലേക്ക് അടുത്താൽ പാതി വഴിയിൽ വെച്ച് അകലാൻ കഴിയില്ലെന്ന ഭീതിയായിരുന്നു അവന്. ശ്രീറാമിൻ്റെ ഗൗരവം ദയ ഗൗനിച്ചില്ല. അവൾ വീണ്ടും തൻ്റെ പ്രവൃത്തി തുടർന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ശ്രീറാമിൻ്റെ കൈകളും യാന്ത്രികമായി അവളിൽ കുസൃതി കാട്ടിത്തുടങ്ങി. പിന്നീട് അവധരങ്ങൾ ഏറ്റെടുത്തു. അവൻ അവളെ ചുംബിക്കുന്ന ഓരോ നിമിഷവും ദയ ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും ശ്രീറാം എന്ന നാമം ഉരുവിട്ടുകൊണ്ടിരുന്നു. മിഴികളിൽ അവൻ്റെ മുഖം മാത്രം നിറച്ചു. തന്നിലേക്ക് നീളുന്ന അവൻ്റെ പ്രണയം, മിന്നുന്ന നോട്ടങ്ങളിൽ സർവവും മറന്ന് അവന് വിധേയായി കിടന്നു അവൾ. ഇടയ്ക്കെപ്പോഴോ മനസ്സും ശരീരവും മുഴുവനായും തൻ്റെ പുരുഷനിൽ വിലയം പ്രാപിച്ച നിമിഷത്തിൽ നിറഞ്ഞ സ്നേഹത്തോടെ തിരികെ അവളും ശ്രീറാമിനെ മതിവരുവോളം കുതിയോടെ ചുംബിച്ചു. അടങ്ങാത്ത പ്രേമത്തോടെ ദേഹത്തോടണച്ച് കെട്ടിപ്പുണർന്നു. ഇരു ഹൃദയങ്ങളിലും പ്രണയമല തല്ലി. സിരകളിൽ കാമം ലഹരിയായി പടർന്നു. നിമിഷങ്ങൾ പിന്നിടവേ ചുംബനങ്ങൾ എണ്ണമറ്റതായി. ഇരുവരിൽ നിന്നും ഉടയാടകൾ ഊർന്നു വീണു. നഗ്നമേനിയിലൂടെ അരിച്ചിറങ്ങുന്ന വിയർപ്പ് തുള്ളികൾ ഒന്നായി ഒഴുകി. കാൽവിരലുകൾ കെട്ടുപിണഞ്ഞു. ഒരു പെരുമഴയുടെ ഇരമ്പലിലും അവരിൽ നിന്നുയരുന്ന സീൽക്കാരങ്ങൾ മുറിയിലാകെ മാറ്റൊലി കൊണ്ടു. പ്രണയം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച നിമിഷം ദയൊന്നു പിടഞ്ഞു. അവളുടെ തുളുമ്പിയ മിഴികളിൽ നോക്കി ശ്രീറാം ഒന്ന് കണ്ണ് ചിമ്മിയ ശേഷം നെറുകയിൽ അരുമയായി ചുംബിച്ചു. ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറയണം. അവൻ അവളെ തലോടി മൃദുലമായി പറഞ്ഞു. മറുപടിയായി ദയ തലയാട്ടി. പരൽമീനിനെ പോലെ പിടയ്ക്കുന്ന ദയയുടെ മിഴിക്കോണുകളിൽ അരുമയായി ചുംബനമർപ്പിച്ച് ശ്രീറാം അവൾക്കുള്ളിലേക്ക് അവശേഷിച്ച ഭയത്തിൻ്റെ നേർത്തൊരു കണികയെപ്പോലും അതിസമർത്ഥമായി അലിയിച്ചു കളഞ്ഞു. പരസ്പരം പ്രണയമറിഞ്ഞു പകർന്നു മുടുക്കം കിതപ്പോടെ അതിലേറെ തളർച്ചയോടെ ശ്രീറാം ദയയെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തുമ്പോൾ ഒരു വാക്ക് മിണ്ടാതെ തീർത്തും നിശബ്ദമായി ഇരുവരും ആ നിമിഷം ആവോളം ആനന്ദത്തോടെ സംതൃപ്തിയോടെ ആസ്വദിക്കുകയായിരുന്നു. നീണ്ടൊരു നാഴികയ്ക്കപ്പുറം
എല്ലാം മറന്ന് ദയ ആഴമേറിയ നിദ്രയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ആ നിമിഷവും തൻ്റെ വിരിഞ്ഞ മാറിടത്തിൽ കണ്ണുകൾ മൂടി ശാന്തമായി ഉറങ്ങുന്നവളെ നോക്കി കിടക്കുകയായിരുന്നു ശ്രീറാം. ഒരു തൂവൽ പോലെ മൃദുലവും ലോലവുമായ പെൺകുടി. ശ്രീറാമൻ അപ്പോൾ അവളെ എങ്ങനെ വിശേഷിപ്പിക്കാനാണ് തോന്നിയത്? ദയയെ തന്നെ നോക്കിക്കിടക്കെ അവൻ്റെ ചിന്തകൾ അവളെ ചുറ്റിപ്പറ്റി മാത്രമായി. ഗോപുവിൽ നിന്നറിഞ്ഞ ദയ അവളുടെ ദജ്ജു. ദുരിതങ്ങളുടെ ഭാണ്ഡക്കെട്ടും പേറി നീറി ജീവിച്ചിരുന്നവൾ ഒരു രാത്രി തീർത്തും അപ്രതീക്ഷിതമായി തന്നിലേക്ക് എത്തപ്പെട്ടു. പിന്നീട് സംഭവിച്ചതെല്ലാം അവിചാരിതം, ഒരു സാങ്കല്പിക കഥ പോലെ. ഇന്നവൾ തനിക്കെല്ലാമാണ്. പ്രണയം എന്തെന്നറിയാതെ വരണ്ടുണങ്ങിയ തൻ്റെ ജീവിതത്തിൽ വിരസമാർന്ന ചിന്തകളിൽ വസന്തം തീർത്ത പ്രിയപ്പെട്ടവൾ ദയാദുർഗ, ശ്രീറാമിൻ്റെ മാത്രം ദുർഗ. നറുചിരിയോടെ ദയയ്ക്ക് അഭിമുഖം തിരിഞ്ഞവൻ ഇരു കയ്യാലും അവളെ ശരീരത്തോടണച്ച് കെട്ടിപ്പിടിച്ചു. ഒന്നും മറന്നില്ലല്ലോ? തറവാടിൻ്റെ ഉമ്മറവാതിൽ അടയ്ക്കാൻ തുടങ്ങും മുമ്പേ കൈലാസ് ഒരു ഉറപ്പിനായി എല്ലാവരെയും ഒരിക്കൽ കൂടി നോക്കി. ഫോൺ, ചാർജർ, ലാപ്ടോപ്പ്, ഇൻസ്ട്രുമെൻറ്റ്സ് അവൻ വീണ്ടും എണ്ണി ചോദിച്ചു. എല്ലാം എടുത്തിട്ടുണ്ട്, ശരൺ കാറിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അടുത്ത നിമിഷം കൈലാസ് വാതിൽ ചേർത്തടക്കാൻ ഒരുങ്ങിയതും പിന്നിൽ നിന്നും ദയയുടെ ശബ്ദമുയർന്നു. കിച്ചേട്ടാ, ഞാൻ അടച്ചോട്ടെ? താഴെ നോക്കിയ പരിഭ്രമത്തോടെയാണ് ചോദിച്ചത്. അത് കൈലാസിനെ ഒരേ സമയം രസിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. ഒന്നും മിണ്ടാതെ താക്കോൽ കൂട്ടം ദയയുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊടുത്തവൻ പടിയിലിറങ്ങി കാറിനരികിലേക്ക് ചുവടുകൾ നീക്കി. പോവുന്നതിനിടയിൽ ഇതിനർത്ഥം എന്തെന്ന ചോദ്യം ഒരു നോക്കിലൂടെ ശ്രീറാമിലേക്ക് പകരുകയും ചെയ്തു. മറുപടിയായി ശ്രീറാം ഒന്ന് കണ്ണു ചിമ്മി തുറന്ന് കൈലാസിൻ്റെ ചുമലിലൊന്ന് തട്ടി ദയയ്ക്കടുക്കൽ ചെന്നു നിന്നു. ദയ വീടിന് ആകെ തുകയൊന്ന് നോക്കി. ആരൊരും തുണയില്ലാതെ അനാഥയായ ഒരു 5 വയസ്സുകാരിക്ക് അഭയമായി മാറിയ വീട്. അഭയം? സത്യത്തിൽ അതൊരു തെറ്റായ പ്രയോഗമല്ലേ? അഭയമായിരുന്നു തനിക്ക് ഭവനം? അവൾ സ്വയം ചോദിച്ചു. താൻ ഇവിടെ അനുഭവിച്ച മനോവ്യഥകളും അപമാനങ്ങളും ശാരീരിക വേദനകളുമെല്ലാം ഓർക്കുമ്പോൾ തനിക്കിതൊരഭയമല്ലായിരുന്നെന്ന് മനസ്സുറക്കെ വിളിച്ചോതുന്നുണ്ട്. സത്യമാണ്, തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കെണിയായിരുന്നു. രവീന്ദ്രൻ എന്ന ചെന്നായ ദയ എന്ന പെൺകുട്ടിയെ ലക്ഷ്യം വെച്ച് അതിസമർത്ഥമായി മെനഞ്ഞെടുത്ത ഊരാക്കുടുക്ക്. താൻ അതിൽപ്പെട്ട നിമിഷം മുതൽ അയാൾ തന്നെ വേട്ടയാടി തുടങ്ങി. 6 വയസ്സിൽ ആദ്യമായി ഒന്നും അറിയാതെ അയാൾക്കിരയാക്കപ്പെട്ടു. പിന്നീട് ഏതൊരു ജീവിയെയും പോലെ ജീവനും മാനവും കാക്കാനായി അയാളിൽ നിന്നും രക്ഷ തേടി ഓടിത്തുടങ്ങി. പാതി വഴിയിൽ വെച്ച് വേട്ടക്കാരുടെ എണ്ണവും വർദ്ധിച്ചു. വല്യമ്മ, സ്വാതി, സിദ്ധാർത്ഥ് തളർന്നു, അടിപതറി വീണ്ടും ഉയർത്തെഴുന്നേറ്റും ജീവൻ കയ്യിൽ പിടിച്ച് ഇവരിൽ നിന്നുമൊക്കെ ഓടി ഒളിച്ചു. ഏത് നിമിഷം വേണമെങ്കിലും ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഉറപ്പോടെ തന്നെ 21 വയസ്സ് വരെ ആ ഓട്ടം തുടർന്നു. ഈ വീടൊരു പ്രേതാലയം പോലെ പേടി സ്വപ്നമാണ് തനിക്ക്. ഈ 4 കെട്ടിൽ ഓരോ മുറിയും ഇരുട്ടറകളാണ്. ഓരോ കോണുകളും ഒരു രാക്ഷസന്റെ നിഴൽ രൂപമുണ്ട്. താൻ ഏറെ ഭയന്നിരുന്നൊരുവൻ്റെ ഭീകരരൂപം. 1 വർഷം മുൻപ് ഈ വീടിൻ്റെ പടിയിറങ്ങുമ്പോൾ തനിക്ക് സ്വബോധമുണ്ടായിരുന്നില്ല. പക്ഷേ 10-15 വർഷങ്ങളായുള്ള ദുരനുഭവങ്ങളുടെ അവശേഷിപ്പുകൾ ഹൃദയത്തിൽ അങ്ങനെ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു, പുഴുത്തു ജീർണിച്ച മാലിന്യമായി. ഇന്നലെ രാത്രി ഇനി ഈ ജീവിതത്തിൽ ഒരിക്കലും താൻ ആ മാലിന്യം പേറില്ലെന്നുറപ്പോടെ എന്നേക്കുമായി ഈ വീട്ടിൽ തന്നെ അത് കുഴിച്ചു മൂടി. തൻ്റെ ദുരിതങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ അതിൻ്റെ അവസാനവും. ഇന്ന് തനിക്ക് ഓർക്കാൻ പ്രണയത്തിൽ പൊതിഞ്ഞ മനോഹരമായൊരു രാത്രിയുണ്ട്. ഒപ്പം അത് സമ്മാനിച്ച തൻ്റെ പ്രിയപ്പെട്ടവനും. അയാൾക്കൊപ്പം ഇനി ഒരു പുത്തൻ തുടക്കം. ദുരിതങ്ങളില്ലാതെ, സംഘർഷങ്ങളില്ലാതെ, ഭയമില്ലാതെ ഒരു പുതുജീവിതത്തിനാരംഭം. ദയയുടെ ഹൃദയം ഒന്ന് കുളിർന്നു. ചൊടികൾ ലജ്ജയോടെ വിരിഞ്ഞു. അടുത്ത നിമിഷം അരയിലൂടെ ശ്രീറാമിൻ്റെ കൈകൾ ഇഴഞ്ഞു നീങ്ങിയ ദയയെ അവനോട് നെഞ്ചോട് ചേർത്ത് നിർത്തി. കഴിഞ്ഞില്ലേ ആലോചന? ശ്രീറാമിൻ്റെ വാക്കുകൾ അവളുടെ വലത് ചെവിയിൽ മന്ത്രണമായി. പൊടുന്നനെ ദയ ഒരു ചിരിയോടെ തല വെട്ടിച്ചു കളഞ്ഞു. ശേഷം അവൻ്റെ കൈപ്പിടിയിൽ നിന്നും മുന്നോട്ടാഞ്ഞ് മരത്തടിയിൽ തീർത്തയ ഉമ്മറവാതിൽ ചേർത്തടച്ച് കൊളുത്തിട്ടു. പിന്നീട് താക്കോൽ കൊണ്ട് പൂട്ട് ബന്ധിച്ച് പടി കടന്ന് മുറ്റത്തേക്കിറങ്ങി കാറിൽ കയറി കണ്ണുകൾ അടച്ചിരുന്നു. അരികിൽ ശ്രീറാമിൻ്റെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി.
കണ്ണുകൾ കൊരുത്ത നിമിഷം നാണത്തോടെ ശ്രീറാമിൻ്റെ നെഞ്ചിലേക്ക് തന്നെ മുഖമൊളിപ്പിച്ചു ദയ. ഇളം മന്ദഹാസത്തോടെ ദയയുടെ നെറുകിൽ ചുണ്ടുകൾ ചേർക്കുമ്പോൾ വലതുവശത്ത് നിന്ന് ഗോപുവും മുൻസീറ്റുകളിൽ ഇന്ന് കൈലാസും ശരണും അവരുടെ പ്രണയചേഷ്ടകൾ അന്താളിപ്പോടെ നോക്കുകയുണ്ടായി. ശ്രീറാമിൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ സ്വതസിദ്ധമായ പുഞ്ചിരി പതിയെ ആ 3 സഹോദരങ്ങളിലേക്കും പടർന്നു. തൻ്റെ ഏട്ടൻ്റെ സന്തോഷത്തിൽ ഹൃദയം നിറഞ്ഞ് പുഞ്ചിരിക്കുകയും അവൻ്റെ ദുഃഖത്തിൽ അതേ തീവ്രതയോടെ ഉരുകുകയും ചെയ്യുന്ന മൂവർ സംഘം. പ്രിയപ്പെട്ട സഹോദരൻ്റെ ചൊടികളിൽ വിടരുന്ന നേർത്തൊരു മന്ദസ്മിതത്തിന് പോലും പ്രാണന്റെ വില കൽപ്പിക്കുന്നവർ. വാഹനം മുന്നോട്ട് നീങ്ങവേ ശരണും കൈലാസും ഗോപുവും ശ്രീറാമും ഒരിക്കൽ കൂടി കണ്ണുകളിൽ ആ പഴയ 4 തറവാടിൻ്റെ ചിത്രം ഒപ്പിയെടുത്തു. അപ്പോഴും ദയ മാത്രം മിഴികൾ തുറന്നില്ല. ഇരുളടഞ്ഞ മിഴികളിൽ തുള്ളിക്കൊരു കുടം കണക്കെ മഴ പെയ്യുന്നൊരു രാത്രിയുടെ ചിത്രം തെളിഞ്ഞു. ആ വലിയ 4 മുകൾ നിലയിലെ ഏറ്റവും അറ്റത്തെ മുറി. അതിലൊരു മനുഷ്യനും നക്ഷത്രം പോൽ തിളങ്ങുന്ന കുഞ്ഞു മിഴികളുള്ള, കുസൃതി ഒളിപ്പിച്ച, അഴകുള്ള, വിടർന്ന ചിരിയുള്ള, തനിക്കേറെ പ്രിയപ്പെട്ട മനുഷ്യൻ. തൻ്റെ പ്രണയം ശ്രീറാം.